ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ബെൻദോശയാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയില്ലേ? വേഗം പോയി തയ്യാറാക്കിക്കോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, ഞാൻ ഗ്യാരണ്ടി. പോയി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീട്ടിൽ പോവാം. കമോൺ. ഹലോ, നമുക്കിന്ന് യൂട്യൂബ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റായ ബെൻദോശ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം അതിന് വേണ്ടി ഞാനിവിടെ 2 ബൗൾ പച്ചരിയാണ് എടുത്തേക്കുന്നത്. റോ റൈസ് ഈ ബൗളിലാണ് എടുത്തേക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിതിൽ ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊരു 7-8 മണിക്കൂറെങ്കിലും നമ്മളിത് മാവ് പൊന്തി വരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. രാവിലെ അരച്ചെടുത്തിട്ട് വൈകുന്നേരം ചുടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രാവിലെ വെള്ളത്തിലിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അരച്ചിട്ട് നൈറ്റ് ഫുള്ള് വെച്ച് മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആകുമ്പോൾ രാവിലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് കാണാം കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയാണോ റൈസ് എടുത്തേക്കുന്നത്, ഇപ്പം ഞാൻ 2 ബൗൾ റൈസാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ 1 ബൗൾ നമുക്ക് വെള്ള അവിൽ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വെള്ള അവിലില്ല. നമുക്കിതൊന്ന് കഴുകി നോക്കാം, ഇതിൻ്റെ കളറ് പോകുമെന്ന്. അപ്പം ഞാൻ അരിയെടുത്ത 2 ബൗൾ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1 കപ്പ് അവിലാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് വെള്ള അവിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ കഴുകിയപ്പോൾ കുറച്ച് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ, അറിയില്ല. അപ്പം നമുക്ക് വൈറ്റായിട്ട് ദോശ കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ വെള്ള അവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് കളർ ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ സെയിം ബൗളിൽ തന്നെ 1 ബൗൾ തേങ്ങ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവുകൾ നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബെൻദോശ കിട്ടുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊരു ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. കറക്റ്റ് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ അതേ ഇതിലാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ സോൾട്ട് ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിത് ചുടാൻ നേരത്ത് നമുക്ക് സോൾട്ട് ചേർക്കാം. ഇപ്പോൾ ഞാനിത് രാവിലെയാണ് അരച്ച് വയ്ക്കുന്നത്. ഇനി ഞാനിത് ഈവനിങ് ആണ് ചുടുക. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് പെർമനൻറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ മഴയില്ലേ പ്രത്യേകിച്ചിട്ട്, അപ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഈവനിങ് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഇത് പെർമനൻ്റ് ആവാൻ വെച്ചതാണ്. ഇപ്പോൾ വൈകിട്ട് 6 മണിയായി. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മാവ്. കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് ആവശ്യമായ സോൾട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് ലൂസാക്കി എടുക്കണം. അധികം വേണ്ട കേട്ടോ. അപ്പം നമ്മളിത് അരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളത്തിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇഡ്ഡലിയുടെ മാവ് പോലെയാണ് നമുക്ക് വേണ്ടത്.
പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മൾ എത്രയാണോ ഏത് അളവിലാണോ അരി എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ 2 ഗ്ലാസ് അരിക്കാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് തേങ്ങ 1 ഗ്ലാസ് അവില് എന്ന തോതിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 ബൗൾ അരിയായിരുന്നു 2 ബൗൾ അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 1 ബൗൾ തേങ്ങ 1 ബൗൾ അവില് എന്ന തോതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് ബെന്ന് പോലെയുള്ള ദോശ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിൽ കൂടാൻ പാടില്ല, 1/4 ടീസ്പൂൺ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഹോൾ ഉഴുന്നാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നൈസായിട്ട് അരിയണം, എന്നാലേ നമുക്ക് കടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കടിച്ചു പോയാലോ. ഇതിലേക്ക് ഒരു അരമുറി സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണിത്, അത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ദോശയുടെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഉഴുന്നൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മണമാണ്. ഇത് നമുക്ക് ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടി ഇല്ലേ, വെള്ളാപ്പമൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടി, അതിലാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. കുറച്ച് കുഴിയുള്ള പാത്രം. ദോശപ്പാൻ ആകുമ്പോൾ അത്ര നമുക്ക് ബെന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അധികം ഇങ്ങനെ ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇതൊരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ആയതിൻ്റെ ശേഷം മാത്രം മറിച്ചിടുക കേട്ടോ, നോക്കിയിട്ട്. അല്ലെങ്കിൽ മാവ് ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പം ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്നിട്ട് 2 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ വെൺദോശ നന്നായിട്ട് പൊന്തി വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവില് പിങ്ക് കളറുള്ള അവിലിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇത് ഈ കളർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൈറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ചില അവില് കഴുകി കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ കഴുകി നോക്കിയ രാവിലെ. റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അടച്ചു വയ്ക്കാം. കുറച്ച് ടൈം എടുക്കും ചൂടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ വൈറ്റ് ചട്നിയാണ്. ഞാൻ വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ രാത്രി ഞങ്ങളുടെ ഡിന്നർ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിപ്പോൾ ഒരു 4 ആളുള്ള കുടുംബത്തിന് കറക്റ്റായിരിക്കും. ഞാൻ എടുത്തൊരളവിൽ 2 ബൗൾ പച്ചരി കേട്ടോ. വളരെ സോഫ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വേറെ വീഡിയോ ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ബൈ.